മാന്യപ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. ജയസുരൻ സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലും ചർച്ച ചെയ്യാത്ത, എന്നാൽ ഭാരതം ഒരു വലിയ നേട്ടത്തിലേക്ക് കടന്നത് ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത്. ഭാരതത്തിന് എന്തെങ്കിലും ചെറിയ കോട്ടം വന്നു കഴിഞ്ഞാൽ സകല ഞാഞ്ഞൂലുകളും തല പൊക്കിക്കൊണ്ട് പത്തി വിരിച്ച് ആടുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ചാനലുകളൊന്നും ചർച്ച ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭാരതം ജപ്പാനെ മറികടന്നുകൊണ്ട് സാമ്പത്തിക ശക്തിയായി 4ാം സ്ഥാനത്തേക്ക് കുതിച്ചു എന്നൊരു വാർത്തയായിരുന്നു. അത് ഏറ്റവും വലിയൊരു കുതിപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിക്ക് പിറകിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ലോക നേതാവായിക്കൊണ്ട് ലോകം മുഴുവൻ ആദരിക്കുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. എങ്ങനെയാണ് സാർ ഈ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പും ഈ ഒരു വിഷയത്തിലെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാർ? ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട് ജനാധിപത്യത്തിന്റെ 4ാമത്തെ നെടുന്തൂണാണ് എന്ന്. ഇതാരാണ് പറയുന്നത് പാശ്ചാത്യ നിർവചനമാണ്. അമേരിക്കയും യൂറോപ്പും ഒക്കെ, പ്രത്യേകിച്ച് യൂറോപ്പ് കണ്ടുപിടിച്ച ഒരു നിർവചനമാണ് മാധ്യമങ്ങൾ 4ാമത്തെ തൂണാണ് എന്ന്. ഇത് ഒരു വലിയ തട്ടിപ്പാണ്. 4ാമത്തെ തൂണാണെന്ന് പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. അതായത് ശരിക്കും ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതില് ലെജിസ്ലേച്ചർ ഉണ്ട്, നമ്മുടെ അസംബ്ലി, പാർലമെന്റ്, നിയമനിർമ്മാണം നടക്കുന്ന ലെജിസ്ലേച്ചർ, കോടതിയുണ്ട്, ജുഡീഷ്യറി, പിന്നെ എക്സിക്യൂട്ടീവ്, ഭരണയന്ത്രം. ഈ മൂന്നുമാണ് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മുക്കാലി. എന്നാൽ ഇതൊക്കെ ജനങ്ങളുമായി ബന്ധമുള്ള കാര്യമാണ്. എന്നാൽ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, രാജ്യവുമായി ബന്ധമില്ലാതെ വിദേശത്തിരുന്നു കൊണ്ട് തന്നെ ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനമാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയ എന്നുള്ളത് രാജ്യവുമായി ബന്ധം ഉണ്ടാവണമെന്നില്ല, വിദേശത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ വിദേശ ശക്തികൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് അവരെ പോയി എങ്കിൽ പോലും അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. കാരണം ഈ മീഡിയ ഹൗസുകൾ, അത് പത്രങ്ങളായിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും മീഡിയ ഹൗസുകൾ പ്രവർത്തിക്കണമെങ്കിൽ പരസ്യം വേണം. പരസ്യമില്ലെങ്കിൽ അവരൊക്കെ അടച്ചുപൂട്ടിപ്പോകും. അതുകൊണ്ട് ഈ പരസ്യങ്ങൾ കൊടുക്കുന്ന ആരാണ്? ലോകത്തെ സാമ്പത്തിക ശക്തികളാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള വൻകിട കമ്പനികൾ, അവരുടെ പരസ്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള പത്രമാധ്യമങ്ങളും ചാനലുകളും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇംഗിതത്തിന് എതിരായ ഒരു കാര്യവും അത്തരം ചാനലുകളിൽ വരില്ല. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിലെ എല്ലാ ദിവസവും പത്രങ്ങൾക്ക് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ചില ജുവലറി ഗ്രൂപ്പുകളുണ്ട്. ഈ അടുത്ത കാലത്ത് അൽ മുക്താദിർ എന്ന് പറഞ്ഞിട്ടൊരു ജുവലറി വന്നു. എല്ലാ പത്രങ്ങൾക്കും വാരിക്കോരി പരസ്യം കൊടുത്തു, എല്ലാ ചാനലുകൾക്കും പരസ്യം കൊടുത്തു. അവസാനം അയാൾ ഒരു തട്ടിപ്പായിരുന്നു, കൈയോടെ പിടിച്ചു പൊക്കി. ഇപ്പൊ ഒരു സാധനവും ഇല്ല. എന്താ ഇവിടെ ചർച്ച ചെയ്യാത്തെ? ഒരു പത്രക്കാരനും ആ വാർത്ത എഴുതില്ലല്ലോ, ഒരു ചാനലുകാരും ചർച്ച ചെയ്യാലല്ലോ. കാരണം ഇവനെയൊക്കെ തീറ്റിപ്പോറ്റിയത് ഈ പറഞ്ഞ കള്ളനാണ്. അപ്പൊ കള്ളന് കഞ്ഞി വെക്കുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ മീഡിയയുടെ യഥാർത്ഥത്തിലുള്ള പണി. അപ്പൊ പിന്നെ കള്ളനെ കണ്ടാൽ ഇവൻ കുരയ്ക്കല. അതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതം 10ാം സ്ഥാനത്ത് കിടന്ന ഭാരതം 4ാം സ്ഥാനത്തേക്ക് എത്തിയെന്നും, ഈ 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്താൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം മതിയെന്നുള്ള സത്യം ഇവര് പറയില്ല, അവരെ കൊണ്ട് പറയിക്കില്ല എന്നുള്ളതാണ് ശരി. ഇപ്പോൾ നരേന്ദ്രമോദി വരുന്ന സമയത്ത് ഇന്ത്യ ലോകത്തെ 10ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി. നരേന്ദ്രമോദിജിയുടെ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ആ 10ാം സ്ഥാനം എന്നുള്ളത് 4ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വർഷങ്ങൾ പോലും വേണ്ട, മാസങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മൾ ജർമ്മനിയെയും കൂടെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് വരും. ഇതും ആരും ഇപ്പൊ പറയുന്നില്ല. ഈ ജർമ്മനിയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേരിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10 ലക്ഷം കോടി രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ 10 ലക്ഷം കോടിയുടെ ഡോളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ഈ സ്ഥാനം പിന്നെയും മാറും. നമ്മൾ 3ാമത്തെ ശക്തിയാണ്. അമേരിക്ക 1ാം ശക്തി, ചൈന 2ാം ശക്തി, ഇന്ത്യ 3ാം ശക്തിയായി മാറും. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 8-10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയും കൂടി പിന്തള്ളി, അപ്പോഴത്തേക്ക് അമേരിക്ക 2ാം സ്ഥാനത്ത് വരും, ചൈന 1ാം സ്ഥാനത്ത് വരും. പിന്നെ ചൈന 1ാം സ്ഥാനത്തും ഭാരതം 2ാം സ്ഥാനത്തുമായിട്ട് 1950 ഒക്കെ ആവുമ്പോഴേക്കും നമ്മള് 2ാം സ്ഥാനത്ത് വരും. എന്നാൽ 1950 അല്ല, 2050 ആവുമ്പം
നമ്മൾ 2ാം സ്ഥാനത്ത് വരും. 2075 നമ്മൾ ലോകത്ത് 1ാം സ്ഥാനത്തും വരും. ഇതൊന്നും നമ്മൾ പറയുന്ന കണക്കല്ല, വിദേശ സാമ്പത്തിക വിദഗ്ധന്മാരും ധനകാര്യ സ്ഥാപനങ്ങളും പറയുന്ന കണക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇതിൽ കുരു പൊട്ടുന്ന ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാര്, കോൺഗ്രസ്സുകാര്. ഇവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. ഏത് സ്വന്തം നാട് നന്നാകുന്നു എന്ന് പറയുമ്പോൾ കുരു പൊട്ടുന്ന 2 കക്ഷികൾ ഇവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം, ഇവർക്കത് വലിയ വിഷമമാണ്. അതിന് അവരിപ്പോ ചില നമ്പരൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഇന്ത്യ 4ാം സ്ഥാനത്തൊക്കെ എത്തിയെന്ന് പറയുമ്പോഴും ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. GDP വളർച്ചയുണ്ടെന്ന് പറഞ്ഞാലും പെർ ക്യാപിറ്റ ഇൻകത്തിൽ പുറകിലാണ്. എന്തിനാണ് ഈ GDP പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് വലിയ പിടിയൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ആ GDP എന്താണെന്നും പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്നും ലളിതമായ ഭാഷയിൽ ഒന്ന് പറയാം. ഇപ്പോ GDP എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങ, തേങ്ങ, കപ്പ, ചക്ക, പച്ചക്കറി, നെല്ല്, ഗോതമ്പ് എന്ന് തുടങ്ങി കോഴിമുട്ട, ഇറച്ചി, പാല് എന്ന് തുടങ്ങി മൊട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെ, അല്ലെങ്കിൽ നമ്മുടെ വിമാനങ്ങൾ വരെ, യുദ്ധോപകരണങ്ങൾ വരെ ഉള്ള എല്ലാ സാധനങ്ങളും, ഈ സാധനങ്ങളുടെ എല്ലാം കൂടെ വില, അതുപോലെ തന്നെ സേവനങ്ങൾ എന്ന് പറയും. ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് കൊടുക്കുന്ന സേവനത്തിന് അദ്ദേഹം ഫീസ് മേടിക്കുന്നുണ്ട്, ഡോക്ടറുടെ സേവനത്തിന് ഫീസ് മേടിക്കുന്നുണ്ട്, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ വില മേടിക്കുന്നുണ്ട്, മറ്റേതെങ്കിലും രീതിയിലുള്ള സേവനങ്ങൾ നൽകുമ്പോൾ സേവനത്തിന് ചാർജ് മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്നു, അത് സേവനമാണ്, അതിന് നമ്മൾ ചാർജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള എല്ലാം കൂടി, അതായത് സാധനങ്ങളും സേവനങ്ങളും, ഒരു വർഷക്കാലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും എത്ര വിലയ്ക്ക് വരും, അതെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുന്ന തുകയാണ് പറയുന്നത് GDP, ഒരു വർഷത്തെ GDP. അപ്പോൾ ഈ ഒരു വർഷത്തെ GDP നമുക്ക് ഒന്നിച്ചു കൂട്ടുമ്പോൾ നമ്മൾ ലോകത്തിന് 4ാമത്തെ വൻശക്തിയായി. എന്നാൽ പെർ ക്യാപിറ്റ ഇൻകം അത്രയും കൂടുന്നില്ലല്ലോ. എന്താണ് പെർ ക്യാപിറ്റ? പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ആളോഹരി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്ത്യയിൽ 140 കോടി 145 കോടി ജനങ്ങളുണ്ട്. ഇത്രയും ജനസംഖ്യയുള്ള ലോകത്ത് മറ്റൊരു രാജ്യം ഇല്ല. ചൈനയാണ് 2ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ആകെ ഉള്ള ഈ GDP-യെ നമ്മുടെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന തുക അല്ലെങ്കിൽ വരുമാനം, അത് വരുമാനം എന്ന് പറയത്തില്ല, തുക, ആ തുകയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന്, ആളോഹരി വരുമാനം എന്ന് കണക്കാക്കുന്നത്. അപ്പൊ പറയും പല നിസ്സാരമായ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഇന്ത്യയേക്കാൾ വളരെയേറെ മുന്നിലാണ്. ശരിയാണ്, വളരെയേറെ മുന്നിലാണ്. കാരണം എന്താണെന്നറിയാമോ? ആ രാജ്യത്തിന്റെ ആകെ സമ്പത്ത് അവിടുത്തെ ജനസംഖ്യ കൊണ്ട് വീതിക്കുമ്പോൾ, അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരു താലൂക്കിന്റെയോ ഒരു പഞ്ചായത്തിന്റെയോ ഒക്കെ ജനസംഖ്യ ഉള്ളൂ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെ ജനസംഖ്യ എന്ന് പറയുമ്പം അവിടുത്തെ പ്രവാസികളെ മാറ്റി നിർത്തി അവിടുത്തെ തദ്ദേശീയ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പഞ്ചായത്തിലെ ജനസംഖ്യ, അല്ലെങ്കിൽ കൂടി വന്ന ഒരു താലൂക്കിലെ അല്ലെങ്കിൽ ഒരു ജില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹരിക്കുമ്പോൾ അത് വലിയ തുകയാണ്. പക്ഷെ രാജ്യത്തിന് വലിയ സമ്പത്തൊന്നുമില്ല, വ്യക്തികൾക്കേ ഉള്ളൂ. പക്ഷെ ഭാരതം അങ്ങനെയല്ല. ഭാരതത്തില് വ്യക്തികൾക്ക് സമ്പത്ത് കുറവാണെങ്കിലും മൊത്തമായി രാജ്യത്തിന്റെ സമ്പത്ത് വളരെ കൂടുതലാണ്. ഇതൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യനെ വഴിതെറ്റിക്കാൻ വരും. കണ്ടോ സമ്പത്ത് മുഴുവൻ ഏതാനും ചിലരുടെ കയ്യിലാണ്, 1% കയ്യിലാണ്, 99% ദരിദ്രമാണെന്നൊക്കെ പറഞ്ഞ് കണക്കും കൊണ്ടുവരും. അപ്പോ ഈ കണക്കില് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ഓർക്കണം.